ശരിയറ്റസ്ന എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ശിഷ്യന്മാരെ തിരുത്തുന്ന ഒരു രംഗമാണ്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ പരസ്പരം എളിമയോട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം എന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് യോഹന്നാൻ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, നിന്റെ നാമത്തില് പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മളെ അനുഗമിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ ഈശോ പറയുകയാണ്, അവനെ തടയണ്ട, നമുക്ക് എതിരില്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് എന്നൊക്കെ പറയുകയാണ്. ഒരാൾക്ക് എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കാനും ഉടനെ തന്നെ എന്നെ എതിർക്കാനും സാധിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞ് അവർ തിരുത്തുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിച്ചു നോക്കിയാൽ ശിഷ്യന്മാർക്ക് പെട്ടെന്ന് സാധിക്കാത്ത രണ്ട് കാര്യങ്ങൾ ഈശോ അവരോട് പറയുകയാണ്. അതായത് ഒന്നാമത്, എളിമയോടുകൂടി ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം പലതവണ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള വിഷയത്തിൽ അവരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, മാനുഷികമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചാൽ ഈശോയെ അനുഗമിക്കാത്ത ഒരാള് ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങള് അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത രണ്ട് കാര്യങ്ങളില് മാറ്റം വരുത്താനായിട്ട് ഈശോ അവരോട് പറയുകയാണ്. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ്ലേ നമ്മളോട് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് പൗലോസ്ലേ നമ്മളോട് പറയുന്നുണ്ട്. ഈ നോമ്പ് കാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ അതിൽ മാറ്റം വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും ചിന്തിക്കാം, ഇതെങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുക? ഇത്ര നാൾ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേണിലാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്, ഇത്ര നാൾ ഞാൻ ഇങ്ങനെ ഒരു പാറ്റേണിലാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, സംസാരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് എനിക്ക് അതിൽ നോമ്പ് കാലത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുക? വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്